കേരളത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എൻഡിഎയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചകൾ തുടരുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് നീക്കങ്ങൾ നടക്കുന്നതെന്നും വെളിപ്പെടുത്തൽ. കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ് ആസാം മുഖ്യമന്ത്രിയും മുൻ കോൺഗ്രസ് നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ വെളിപ്പെടുത്തൽ. കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് എൻഡിഎയുടെ ഭാഗമാകാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. ഇതിനായുള്ള ചർച്ചകളും ദില്ലി കേന്ദ്രീകരിച്ച് നടന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2 മാസം മുന്നേ വരെ ചർച്ചകൾ നടന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നീക്കം വേണ്ടെന്ന ധാരണയിൽ ഇപ്പോൾ ചർച്ചകൾ നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നീക്കം ഉണ്ടാകുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചർച്ചകൾ വീണ്ടും ആരംഭിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പമുള്ള നേതാവ് കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ബിജെപിയിലേക്ക് പോകാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ പരസ്യമായി നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ ആസാം മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ വളരെ നിർണായകമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പോലും ബിജെപി പാളയത്തിലേക്ക് പോകുന്നത് മുൻനിർത്തിയാണ് കേരളത്തിലും കോൺഗ്രസ് നേതാക്കളെ എൻഡിഎയുടെ ഭാഗമാക്കാനുള്ള നീക്കം നടക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.